പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു സവിശേഷമായ വീഡിയോ ആണ്. നമ്മൾ ഈ ലോകരാഷ്ട്രീയമൊക്കെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ട്രംപിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, നമ്മൾ ഈ വെനസ്വേല അങ്ങനത്തെ ആക്രമണം, എണ്ണ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നുമല്ല കളികൾ. ഇതിനപ്പുറത്ത് ചില കളികളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപക്ഷെ പല കാര്യങ്ങളും നിങ്ങൾ ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള, അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ വിവരങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ സംസാരിക്കാനുള്ളത് ഡോക്ടർ ബാലരാമ കൈമളാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ സുപരിചിതനാണ്. എൻ്റെ വിഷയം ഞാനിപ്പോൾ അദ്ദേഹത്തിന് ചോദിക്കാൻ പോകുന്നത്, പൊതുവിൽ പറയുന്നുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധത്തിന് കാരണം ട്രംപിൻ്റെ മക്കളും ചേർന്നുള്ള ഒരു ക്രിപ്റ്റോ കമ്പനിയുണ്ട്. ക്രിപ്റ്റോ ഇപ്പോൾ ലോകത്ത് പുതിയ നാണയം, കാണാൻ കഴിയാത്ത, തൊടാൻ പറ്റാത്ത ഒരു നാണയമാണ്. ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ. ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഹബ്ബായിട്ട് പാകിസ്ഥാനെ മാറ്റാൻ ട്രംപ് താല്പര്യപ്പെടുന്നു. അതിന് അസീം മുനീർ ഉൾപ്പെടെയുള്ള ആൾ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ ഫേവർ ചെയ്ത് അമേരിക്ക നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ പെട്രോൾ ഡോളർ, അപ്പോൾ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറിൻ്റെ ഭാഗമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഡോളറിൽ മാത്രമേ നടത്താവുള്ളൂ എന്ന് സൗദി എഗ്രി ചെയ്തു. അങ്ങനെയാണ് ഡോളർ ലോകത്തെ ഏറ്റവും വലിയ വിനിമയ കറൻസിയായി മാറിയത്. ഡോളറിന് അപ്രമാദിത്വം ഉണ്ടായത്. എല്ലാ കറൻസികളും ഡോളറുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. അത് മുമ്പൊരിക്കൽ സൗദി അറേബ്യയുടെ ഒരു രാജാവ് ആ പെട്രോൾ ഡോളർ മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹം കൊല്ലപ്പെട്ടു. അതും നമുക്കറിയാം. അപ്പോൾ പെട്രോൾ ഡോളറിനെ തൊട്ടാൽ അമേരിക്ക തട്ടും, ആരെയും തട്ടും. അതൊരു സംഭവമാണ്. ഇനി പെട്രോൾ ഡോളർ മാറിയിട്ട് ലോകം മുഴുവൻ തൻ്റെ കമ്പനി, താനും തൻ്റെ മക്കളും ഉൾപ്പെടുന്ന ക്രിപ്റ്റോ കറൻസി കൊണ്ട് ഭരിക്കാൻ ട്രംപ് പദ്ധതി ഇടുന്നുണ്ടോ? ട്രംപ് വളരെ അപകടകാരിയായ രാഷ്ട്രീയക്കാരാണ് ഈ ടൈമിൽ. യഥാർത്ഥത്തിൽ പുള്ളി അപകടകാരിയാണ്. അത് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇവിടെ ചെയ്തപ്പോൾ ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചായിരുന്നു. അന്ന് മഡുറോയെ മാറ്റിയിട്ടില്ല, മഡുറോയെ പിടിച്ചിട്ടില്ല, അങ്ങനെ സൂചനയുണ്ട്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നോബൽ സമ്മാനം എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ് ട്രംപ് പരാതി പറയുമ്പോൾ അതൊരു കളിയായിരുന്നു. നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? സമാധാന നോബൽ പ്രൈസ് കിട്ടിയത് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാ, ഒരു ലേഡിക്കാണ്. അതെ. ഇത് പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്ന് തൊട്ട് ട്രംപ് ഒരു അക്ഷരം നോബൽ പ്രൈസിനെ പറ്റി മിണ്ടിയിട്ടില്ല. കാരണം അദ്ദേഹം പുറകെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത് ആ സ്ത്രീക്ക് ഇത് കൊടുക്കാനായിരുന്നു. പക്ഷേ മഡൂറോയെ പിടിച്ചതിന് ശേഷം അവരെ പ്രസിഡന്റ് ആക്കിയില്ല. അല്ല, അതാക്കണ്ട. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതിന് ഒരു മുന്നേ തന്നെ ഇതിൻ്റെ ഉദാഹരണമുണ്ട്. ബംഗ്ലാദേശ് നോബൽ പ്രൈസ് കിട്ടിയ ആളാണല്ലോ ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. അമേരിക്ക, അതായത് നോബൽ പ്രൈസ് കിട്ടുന്നവർ അമേരിക്കയുടെ അനുയായികളോ അടിമകളോ ആയിരിക്കും. പ്രത്യേകിച്ച് സമാധാന നോബൽ പ്രൈസ്, സാഹിത്യമോ അതുപോലെ തന്നെ. ഇതൊക്കെ കിട്ടുന്നവരെ അമേരിക്ക ഒപ്പം നിർത്താൻ പറ്റും. കാരണം അമേരിക്കയുടെ സഹായം ഇല്ല, അത് അമേരിക്കയുടെ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് സമാധാനം പോലും പോകില്ല. അതൊരു പൊളിറ്റിക്കൽ ടൂളാണ്. ഈ ടൂൾ അവിടെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. വെനസ്വേലൻ രാഷ്ട്രീയത്തിൽ അവരുടെ ആ ജനങ്ങളെ അനുകൂലമാക്കാനുള്ള കൃത്യമായൊരു പദ്ധതി ട്രംപ് തയ്യാറാക്കി. അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. അതിൻ്റെയും കൂടെ ഫലമാണ് ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നത്. പക്ഷേ അതിനൊരു വേറൊരു വേർഷൻ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ റോഡ്രിക്സ് ആണല്ലോ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയത്. പക്ഷേ റോഡ്രിക്സ് ഇന്നലെ വെനസ്വേലൻ ടെലിവിഷനിൽ വന്നിട്ട് പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കത്തില്ല, വെനസ്വേലയ്ക്ക് ഒരേ ഒരു പ്രസിഡന്റേ ഉള്ളൂ, അതും മഡൂറോയാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇവർ കുറച്ച് കഴിയുമ്പോൾ അമേരിക്കയായിട്ട് അവർക്ക് പല സമരസപ്പെടേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അവർ എതിർത്ത് നിൽക്കുകയാണ്. അത് തൽക്കാലത്തേക്ക് അങ്ങനെയൊക്കെ നിൽക്കും. പക്ഷേ ഇത് കഴിയുമ്പോൾ പല മാറ്റങ്ങളും വരും. ഒന്നാമത്തെ കാര്യം ഉപരോധം അവിടെയുണ്ട്. അവിടെ കൂടുതൽ ഉപരോധങ്ങൾ വന്നാൽ ഈ ഉപരോധം വരുത്തുന്നതിലാണ് ട്രംപ് അടുത്ത കളി കളിക്കുന്നത്. നമ്മൾ അതും കൂടെ കാണേണ്ടി വരും. അതായത് ട്രംപ് അപകടകാരിയായ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഒരു നോബൽ പ്രൈസ് കൊടുപ്പിച്ചതിനെ പറ്റി മാത്രമല്ല, നമ്മൾ പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് ക്രിപ്റ്റോ കറൻസി. ഈ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ട്രംപ് കടന്നു എന്നുള്ളതും അത് ലോകത്തെ ഒരു വലിയൊരു വിനിമയ കറൻസിയാക്കി മാറ്റുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫാമിലി ബിസിനസ്സിനാണ് ഉപകാരപ്പെടുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ട്രംപിൻ്റെ 3 മക്കളാണ്. ഒന്ന് എറിക് ട്രംപ്, പിന്നെ ബാരൻ ട്രംപ്, പിന്നെ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ. ഇവർ 3 പേരുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ട്രംപിനെ വെച്ചിരിക്കുന്നത് ഈ ക്രിപ്റ്റോ കറൻസിയുടെ അഡ്വൈസർ പോലുള്ള ഒരു തലത്തിലാണ്. പക്ഷേ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് എന്താ? ആക്ച്വലി ഈ അഡ്വൈസർ ചെയ്യുന്നത് ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന പരിപാടിയാണ്. ഭരണത്തിൻ്റെ ഉൾത്തലത്തിൽ അദ്ദേഹമാണല്ലോ ഇരിക്കുന്നത്. അതായത് സ്റ്റേറ്റ് എടുക്കുന്ന ഏത് തീരുമാനം, ട്രംപ് എടുക്കുന്ന തീരുമാനമാണ് സ്റ്റേറ്റിൻ്റെ തീരുമാനം. ട്രംപ് എടുക്കാൻ പോകുന്ന എല്ലാ തീരുമാനവും ഇനി ക്രിപ്റ്റോ കറൻസിക്കും അദ്ദേഹത്തിൻ്റെ ക്രിപ്റ്റോ കറൻസിക്കും അനുകൂലമായിരിക്കും. ഒരുപക്ഷെ ഈ വിഷയത്തിലാണോ എലൺ മസ്കുമായിട്ട് ഉടക്കിയതെന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ട്രംപ് തുടങ്ങി. ഇനി ആ ബിസിനസ്സെ പരിപോഷിപ്പിക്കാം. കാരണം ഇനി തലമുറകളോളം ആ കുടുംബം നിലനിൽക്കാൻ, ലോകത്തെ ഏറ്റവും വലിയ പൈസക്കാരായിട്ട് നിലനിൽക്കണമെങ്കിൽ
ഇത് മതി. ട്രംപ് 90 വയസ്സാവാറായി. ഇനി അധികം വൈകാതെ പ്രസിഡന്റ് പദത്തിൽ നിന്ന് ഇറങ്ങും. ഇറങ്ങുകയും ചെയ്യും, കുറേ കഴിഞ്ഞ് മരിക്കുകയും ചെയ്യും. അപ്പോഴത്തേക്കും സ്വന്തം കുടുംബത്തിന് വേണ്ടിയുള്ള ബിസിനസ് എല്ലാം പുള്ളി സെറ്റ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുകയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന അപകടം എന്ന് പറയുന്നത് ഒരു വേറെ തലത്തിലാണ്. ഇത്രയും നാളും ഈ ലോകം ഒരു സെറ്റ് ഫോർമാറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തെങ്കിലും വാങ്ങുന്നു, അതിന് കറൻസി കൊടുക്കുന്നു. ഇത് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ പോലും റുപ്പിയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഡോളറും കൊടുക്കാം. പക്ഷേ ഇത് കടന്നിട്ട് ഈ ലോകത്തിന് തന്നെ ഇന്നും എന്താണ് ടെക്നോളജി എന്ന് മനസ്സിലാവാത്ത ക്രിപ്റ്റോ കറൻസി, ഒരു തരം വ്യാജ കറൻസി, അതും ഡാർക്ക് വേൾഡിൻ്റെ കറൻസി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് അധോലോകത്തിൻ്റെ കറൻസിയാണ്. ഈ അധോലോകത്തിൻ്റെ കറൻസിക്ക് ക്രിപ്റ്റോ കറൻസി കണ്ടുപിടിച്ച ആള് ആരാണെന്ന് പോലും അറിയില്ല. ഇപ്പം ഒരിക്കൽ ഏതൊരു സിനിമയിൽ അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണെന്ന് കണക്കുകൾ കാണിക്കുന്നു. ആളെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ കൺഫ്യൂഷൻ പിടിച്ചൊരു സാധനം, ഇതിൻ്റെ ഒരു കളിയിലാണ് ട്രംപ് ചെയ്യുന്നത്. എന്താ ഇത് ഒരു ബ്ലാക്ക് ബിസിനസ്സിനെ വൈറ്റ് ആക്കാൻ ശ്രമിക്കുന്ന പോലത്തെ കളിയാണ്. ക്രിപ്റ്റോ കറൻസിയെ നിയമവിധേയമാക്കാൻ നോക്കുന്നു, അതിനുവേണ്ടിയുള്ള നയങ്ങളെടുക്കുന്നു. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പ്രശ്നമാകും. അതായത് ഇപ്പം നമ്മുടെ രാജ്യത്തെത്തി ഭീകരവാദ പ്രവർത്തനം നടക്കുന്നു, കള്ളക്കടത്ത് നടക്കുന്നു. ഇതിനെയൊക്കെ നിരീക്ഷിക്കാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് പണം കൈമാറ്റമാണ്. നമുക്ക് ദൃശ്യമായ പണം കൈമാറ്റം വഴി നമുക്ക് പലതിനെ നിരീക്ഷിക്കാൻ പറ്റും. അദൃശ്യമാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം തന്നെ നിരവധി ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസി നടക്കുന്നുണ്ട്. ഇതെല്ലാം ടാക്സ് ഇവേഷൻ എന്നൊരു പരിപാടിയുണ്ട്. ഒഴിവാക്കുക കംപ്ലീറ്റ് ഇത് അറിയുന്നില്ല ആരെന്ത് ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ നമ്മുടെ ചുറ്റും പലരും ചെറിയ തോതിലെങ്കിലും ക്രിപ്റ്റോ കറൻസി ഇടപാടുമായിട്ട് ജീവിച്ചു പോകണവരുണ്ട്. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആളുകൾ കാണാറുണ്ട്. ധാരാളം ഉണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഇടപാട് നിയമവിരുദ്ധമാണ്. ഇവിടെ നിയമവിരുദ്ധമാണ്. പക്ഷേ പ്രതിമാസം ഒരു തുക അവരുണ്ടാക്കുന്നുണ്ട്. ഇത് നേരിട്ട് കാണാം. എനിക്ക് തന്നെ നേരിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ, എനിക്ക് അറിയാവുന്ന ആളുകളുണ്ട്. അറിയാം. അതെ, നമ്മുടെ ചുറ്റും പലരും ഇങ്ങനെ കാണുക. ഞാൻ അടുത്തൊരാളോട് പറഞ്ഞു അത് നിയമവിരുദ്ധമാണല്ലോ. അതെ, അത് പലരും ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, മറ്റു പലരും ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയണ വരുത്. നിരവധി പേര് ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ താല്പര്യമുണ്ട്. ഇങ്ങനെയാണ് ഈ വേൾഡ് എക്സ്പാൻഡ് ചെയ്യുന്നത്. നമ്മളും കൂടെ അവരുടെ ഹബിൻ്റെ പാർട്ടാകുന്നു. അതൊരു ഡാർക്ക് ഹബ്ബാണ്, ഒരു ഡാർക്ക് വെബ്ബുമാണ്, ഹബ്ബുമാണ്. അത് കംപ്ലീറ്റ് അധോലോകമാണ് അതിൻ്റെ ഭാഗത്തേക്ക്. ഇനി നാളെ എണ്ണ വ്യാപാരം മുഴുവൻ ഈ അധോലോകത്തിൻ്റെ ഭാഗമാവില്ലേ? ഇതാണ് വരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഡോളർ കൊടുത്ത് വെനസ്വേലയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങിക്കാൻ പറ്റില്ല, കാരണം ഉപരോധം. റഷ്യയിൽ നിന്ന് ഡോളർ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. പകരം ട്രംപിൻ്റെ ക്രിപ്റ്റോ കറൻസി കൊടുത്ത് വാങ്ങാൻ പറ്റുമെങ്കിലോ? ട്രംപിനും പ്രശ്നമില്ല. ഇവിടെയാണ് ഈ കളി മാറുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഒരാളിരിക്കുന്നു, അമേരിക്കയുടെ കറൻസി വേറെ രാജ്യത്തിന് ഉപയോഗിക്കാൻ വയ്യാത്ത വിധത്തിൽ ഉപരോധം ഉണ്ടാകുന്നു, എന്നിട്ട് സ്വന്തം കറൻസി. ഇതും കള്ളനോട്ടടിക്കാൻ തമ്മിൽ എന്താ വ്യത്യാസമുണ്ട്? ശരിക്കും ട്രംപ് അപ്പോൾ അമേരിക്കയെ ചതിക്കുകയാണ്. സംശയമൊന്നുമില്ല. ട്രംപിൻ്റെ അതിനകത്ത് നമുക്ക് അനുകൂലിക്കാവുന്ന എന്തെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ ഇതിൽ തട്ട് കിട്ടുന്നത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനായിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആയിരിക്കാം. അല്ല, ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. അതായത് മുമ്പൊരിക്കൽ റഷ്യയുടെ കുറച്ച് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് പുറത്തു വന്നു, ഡിക്ലാസിഫൈ ചെയ്തു. അതിനകത്ത് കൊർസോവോ എന്ന മറ്റേ പേരുള്ള ഒരു റഷ്യൻ ഏജന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ റഷ്യൻ ഏജന്റ് ട്രംപാണെന്നാണ് പറയുന്നത്. അല്ല, അതൊരു പക്ഷേ അതിശയോക്തി കഥയായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഡോക്യുമെന്റ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഈ ഡീപ് സ്റ്റേറ്റുമായിട്ട് ഉടക്കി നിൽക്കാൻ ഒരു കാരണമുണ്ട്. ട്രംപിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ജൂനിയർ കെന്നഡി കൊല്ലപ്പെട്ടത് ഡീപ് സ്റ്റേറ്റിൻ്റെ കളിയിലായിരുന്നു എന്നാണ് ട്രംപിൻ്റെ വിശ്വാസം. അത് തൊട്ട് പുള്ളി ആ ഒരു വേൾഡിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം വീണ്ടും അധികാരത്തിലേറിയപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിന് കുഴപ്പമുണ്ടാക്കുന്ന പല നടപടിയെടുത്തേക്കും. അപ്പോൾ ചിലതൊക്കെ നോക്കുകയാണെങ്കിൽ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് അടിച്ച താരിഫ് കാരണം എന്ത് സംഭവിച്ചു? അമേരിക്കൻ ഷെയർ മാർക്കറ്റ് താഴേക്ക് പോയി. ഈ ഷെയർ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ മറുവശത്ത് എന്ത് പറ്റി? പ്രഷ്യസ് മെറ്റൽസിലും കറൻസീസിലാണ് അപ്പോൾ പോയി ഷെയർ മാർക്കറ്റിലെ ബിഗ് പ്ലെയേഴ്സ് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വലിയ കമ്പനികൾ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഡോളറിൻ്റെ മൂല്യം കൂടും. ഡോളറിൻ്റെ മൂല്യം ഇന്ത്യയുടെ ഇതുമായിട്ട് കൂടുന്നത് ഇന്ത്യയുടെ കുഴപ്പം കൊണ്ടല്ല, അപ്പുറം അവിടെ ഇത് സംഭവിക്കുന്നതുകൊണ്ടാണ്. സ്വർണ്ണത്തിന് വില കൂടും, സ്വർണ്ണത്തിനും വെള്ളിക്കും അമിതമായിട്ട്. അപ്പോൾ പ്രഷ്യസ് ചെമ്പിന് വില കൂടും, അതുപോലെ പ്ലാറ്റിനം, ഇതിനെല്ലാം വില കൂടുകയാണ്. അപ്പം ഇനി പക്ഷേ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, മറ്റൊന്നിനും കൂടി വില കൂടുന്നുണ്ട്. അത് ക്രിപ്റ്റോ കറൻസിയാണ്. കാരണം ക്രിപ്റ്റോയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. ക്രിപ്റ്റോ അമേരിക്ക നിയമവിധമാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അതെ. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലെ നമ്മൾ ഇന്നേ അവരെ ഡാർക്ക് വേൾഡ് കിടന്ന് നടത്തിയിരുന്ന അതിന് ലീഗലൈസ് ആവും. അപ്പോൾ അതോടുകൂടി ഇത് ആക്കിയെടുക്കുന്ന, അത് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ബ്ലാക്ക് ബിസിനസ് തുടങ്ങി അതിനെ വൈറ്റ് ആക്കി എന്നിട്ട് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പുതിയ ബിസിനസ് മോഡലായിട്ട് അവതരിപ്പിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്ക എന്ത് പറ്റും എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല, നമുക്ക് എന്ത് പറ്റും എന്ന് നോക്കിയാൽ. അതെ. ഈ പ്രശ്നം ഇല്ലീഗലായിട്ട് കാണുന്ന ഈ സാധനം നമുക്കിപ്പോഴും ഇല്ലീഗലാണ്. നിയമവിധേയമാകുന്നു. നിയമവിധേയമാകുമ്പോഴോ ഇവിടുത്തെ ഒരു അധോലോകത്തിൻ്റെ എല്ലാ സാധനവും നിയമവിധേയമാണ്.
നമ്മൾ ഇതുവരെ ഇതിന് അംഗീകാരം കൊടുത്തിട്ടില്ല. നാളെ അമേരിക്ക ഇതിന് അംഗീകരിച്ചാലും നമ്മൾ അംഗീകരിക്കണം എന്നില്ല. പക്ഷേ അവർക്ക് പല സംരക്ഷണം കിട്ടും. നാളെ ഒരു കാലത്ത് നമ്മൾ കുറ്റവാളി കൈമാറ്റത്തിൻ്റെ കാര്യമൊക്കെ അമേരിക്കയായിട്ടോ മറ്റേതെങ്കിലും രാജ്യമായിട്ടോ ഒക്കെ ഡിസ്കഷൻ വരുമ്പോഴത്തേക്കും ഇത് അംഗീകരിക്കാൻ പറയും. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? അല്ല, അമേരിക്ക ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് വേറെ വഴിയില്ല, അംഗീകരിക്കേണ്ടി വരും. അതെ, അതിനെ എതിർത്ത് നിൽക്കാൻ ലോകത്ത് നിന്ന് 3 രാജ്യങ്ങൾക്കേ പറ്റുള്ളൂ. അല്ല, നമുക്ക് വേറെ കാര്യം പറയും. ഇന്ത്യക്ക് റഷ്യക്കും ചൈനയ്ക്കും മാത്രമേ. ഇപ്പോൾ വെനിസ്വേലയ്ക്ക് ഉണ്ടായപ്പം പലരും ചോദിച്ചു നാളെ ഇന്ത്യയിൽ ഇത് സംഭവിക്കില്ലേ എന്നൊക്കെ ചില മതി. സംഭവിക്കാത്ത 3 രാജ്യമുള്ളൂ, ഇന്ത്യ, റഷ്യയും ചൈനയാണ്. ഈ 3 രാജ്യങ്ങൾക്ക് ഇതിനെ അംഗീകരിക്കാണ്ട് മാറി നിൽക്കാം. പക്ഷേ നാളെ ഒരു സാമ്പത്തിക കുറ്റവാളിയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യാൻ നോക്കുമ്പം അമേരിക്ക പറയുകയാണ് ഇത് ഇല്ലീഗലല്ല, ക്രൈമല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഇത്തരം അവസ്ഥ. കാരണം എന്താ? അവരുടെ ക്രിപ്റ്റോ കറൻസി ആയിരിക്കും ഇവൻ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. കള്ളക്കടത്ത് നടക്കുന്നു. അത് മാത്രമല്ല, ഭീകരവാദ പ്രവർത്തനം. നോട്ട് നിരോധനത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഫണ്ടിങ് വലിയ തോതിൽ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ക്രിപ്റ്റോ വന്നു കഴിഞ്ഞാൽ അത് ലീഗലൈസ് ചെയ്താൽ വീണ്ടും വലിയ തോതിൽ ഫണ്ട് വരും, കള്ളപ്പണം വരും. ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ ലീഗലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നിൽക്കാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കൺട്രോളിൽ നിൽക്കുന്ന കറൻസി അല്ലല്ലോ. റുപ്പി എന്ന് പറയുന്നതും റുപ്പിയുടെ വിനിമയങ്ങളും നമ്മുടെ കൺട്രോളിൽ നിൽക്കും. ഇതൊക്കെ റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ നമുക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. മറ്റേതിനെന്ത് റിസർവ് ബാങ്ക്? അതിനൊരു റിസർവ് ബാങ്ക് ഇല്ല. അല്ല, ഒരു ദിവസം ഈ ക്രിപ്റ്റോ ഉണ്ടാക്കി വിടുന്നവൻ അവൻ്റെ സിസ്റ്റം ഓഫ് ചെയ്താൽ ക്രിപ്റ്റോ ഇല്ല, കഴിഞ്ഞു. അത് ലോകം തീർന്നു. അങ്ങനെ ലോകത്തെ എന്ത് പ്രതിസന്ധിയിലും പെടുത്താനും പറ്റും. അതെ, എല്ലാ വിധത്തിലും ലോകത്തിന് വലിയൊരു പാരയാകാൻ, വലിയൊരു ദുരന്തമാവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. പല ലോകരാജ്യങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് ദരിദ്രമാക്കാം. അതാണ് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ അവരുടെ പണം മുഴുവൻ ക്രിപ്റ്റോയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അതെ, ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കുന്നവൻ നാളെ തൊട്ട് ക്രിപ്റ്റോ ഇല്ലെന്ന് തീരുമാനിച്ച് ആ സൈറ്റ്, ആ സാധനം, സോഫ്റ്റ്വെയർ ആണല്ലോ, സോഫ്റ്റ്വെയർ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ കഴിഞ്ഞു. ആ രാജ്യം തീർന്നു. അതെ, ഇതിൻ്റെ സേഫ്റ്റി എന്താണ്, സേഫ്റ്റി മെഷേഴ്സ് എന്താണ്, ഇതൊന്നും ഡിഫൈൻഡ് അല്ല. ഇത് ലോകത്താരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതിനുവേണ്ടി നിയമാവലികൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ട്രംപും തുടങ്ങി, ട്രംപ് ഇതിങ്ങനെ കൊണ്ടുപോകും. പക്ഷേ ഇതുവഴി നാളെ ലോകരാഷ്ട്രീയം പലരും നിയന്ത്രിക്കും. കാരണം ഇത് നാളെ ഇല്ലാണ്ടാവുന്നത് അതിനുവേണ്ടി ഉണ്ടാക്കിയതായിക്കൂടെ അതിനു വേണ്ടി ലോകത്ത് ഒരു അധോലോക ശക്തികൾ ലോകത്തിന്റെ നിയന്ത്രണം, ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും തങ്ങളുടെ കൈപ്പിടിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനം. അതിനെ അമേരിക്ക ഉപയോഗിക്കുന്നു. അങ്ങനെ വന്നൂടെ? അങ്ങനെ തന്നെ വരാം, തീർച്ചയായിട്ടും അങ്ങനെ. ലോകം മുഴുവൻ ഉണ്ടാക്കിയത് ഒരുപക്ഷെ അമേരിക്ക ആയിരിക്കില്ല. പക്ഷേ ഇന്ന് അമേരിക്ക എങ്ങനെ അതിനെ അവർക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ള പഠനത്തിലാണ്. അല്ലെങ്കിൽ ട്രംപ് അതിനു വേണ്ടിയുള്ളതാണ്. ട്രംപിൻ്റെ ഉദാഹരണം നാളെ പലരും ഏറ്റെടുക്കും. ഇനി വരാൻ പോകുന്ന വേറൊരു കുഴപ്പമില്ല, പല രാജ്യങ്ങളിലും ചില വലിയ ബിസിനസ്സുകാരായിരിക്കും ആ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇപ്പോഴത്തെ തന്നെ പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്നത്. അവന് പക്ഷേ രാജ്യത്തിൻ്റെ സാമ്പത്തികത്തെ മുഴുവനായിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതുവഴി നാളെ അവനതും പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ക്രിപ്റ്റോ ഇറക്കാൻ പറ്റിയ ഒരു 8-10 ബിസിനസ് കുടുംബങ്ങൾക്ക് നാളെ ലോകം ഭരിക്കാൻ പറ്റും. ഇങ്ങനെ ഒന്നിലേക്ക് ഇത് കൊണ്ടുവരാൻ പോവാണ്. അന്നേരം ഇപ്പോഴത്തെ നിലയ്ക്കാണെങ്കിൽ അതിൻ്റെ നായക സ്ഥാനത്ത് വരാൻ പോണത് ഒരു ട്രംപിൻ്റെ കുടുംബമായിരിക്കും. അങ്ങനെ ഈ ലോകത്തെ, അതായത് അമേരിക്കൻ പ്രസിഡന്റുള്ള പദവിയെ സ്വന്തം ബിസിനസ് കാര്യത്തിന് വേണ്ടി ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യുന്ന അപകടകാരിയായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ രാഷ്ട്രീയക്കാരനായിട്ട് ട്രംപ് മാറിയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു പരിഹാരമില്ലേ? ട്രംപിന് ശേഷം വരുന്ന ഒരാൾ ഇങ്ങനെ ലീഗലൈസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചാലോ? അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. കാരണം ഇതിൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പമല്ല. ട്രംപ് ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് സിസ്റ്റത്തിൻ്റെ ഭാഗമാകും. അതെങ്ങനെയാവും എന്ന് ചോദിച്ചാൽ, ആദ്യം ഉപരോധം നേരിടുന്ന രാജ്യങ്ങൾ ഈ ക്രിപ്റ്റോയിൽ വ്യാപാരം നടത്തും. അതോടുകൂടി എണ്ണ വ്യാപാരത്തിനും മറ്റു പല വ്യാപാരത്തിനും സേഫായിട്ട് ചെയ്യാൻ പറ്റിയ സാധനമായിട്ട് ക്രിപ്റ്റോ മാറും. അതിൽ നിന്ന് ഉപരോധം നേരിടാത്ത രാജ്യങ്ങളും അതിലേക്ക് കിടക്കും. വൺസ് അമേരിക്കയും കൂടി ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചു വരാൻ പാടാവും. കാരണം ഇൻവെസ്റ്റ് ചെയ്തവരുടെ ഉത്തരവാദിത്വം ഒരു സാധനം രാജ്യത്തിനുണ്ട്. ഇതിനകത്ത് ബിഗ് പ്ലേയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. അവരാണല്ലോ അമേരിക്കൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. നാളെ വരുന്ന പ്രസിഡന്റ് തീരുമാനം എടുക്കുക ഇത് വേണ്ടാന്ന് വെച്ചാൽ അദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്ലാക്ക് പുറത്ത് കയറുന്ന പോലെയാണ്, ഇറങ്ങാൻ പറ്റില്ല. ഇതിങ്ങനൊരു പ്രത്യേക സ്ഥിതി അധികം സംജാതമായാൽ പിന്നെ ലോകത്തിന് ഈ ക്രിപ്റ്റോ വേൾഡിൽ കൂടെ ഓടേണ്ടി വരും. അതിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഏതായാലും ആദ്യമായിട്ട് ഒരാൾ പോയി ചാടിയുണ്ട്, കുഴി ചാടി ഇനി കയറാൻ വയ്യാത്ത വിധത്തിൽ പെടും. അത് പാകിസ്ഥാനാണ്. പിന്നെ പാകിസ്ഥാൻ ഈ ട്രോഫിയൊന്നും പൊത്തിരിയല്ല, അവരെക്കാലത്തും ഇങ്ങനത്തെ അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അത് ട്രംപ് മുന്നിട്ട് നിന്ന് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഇതേ വെനിസ്വേലയ്ക്ക് നാളെ എണ്ണ വ്യാപാരം നടത്താൻ ഈ മാർഗ്ഗം ഉപയോഗിക്കേണ്ടി വരും. റഷ്യ അതിലേക്ക് പോയില്ലായിരിക്കും. ഇറാനിൽ നിന്ന് പോലും ഇത് സംഭവിക്കും. കാരണം ഇവർക്ക് പിടിച്ചു നിൽക്കേണ്ടി വരും. ഇറാനിൽ കളിക്കുന്നത് CAA ആണ്, അവർ ടർക്കി വഴിയാണ് കളിക്കുന്നത്. കാരണം ടർക്കിയിൽ നിന്ന് ഇറാനിലേക്ക് കിടക്കാൻ പാസ്പോർട്ട് മാത്രം മതി, വിസ വേണ്ട.
അപ്പം ടർക്കി ആണെങ്കിലും നാറ്റോ അംഗരാജ്യമാണ്. കൃത്യമായിട്ട് അമേരിക്കയുമായിട്ട് ഇന്ത്യക്കെതിരെയും കൂടെ നിശ്ചയിച്ചുകൊണ്ട് ഒരു കളി കളിക്കാൻ സാധ്യതയുണ്ട്. അവസാനം നാളെ വരാൻ പോകുന്നത് അവരും ക്രിപ്റ്റോയുടെ ഭാഗമാവും. ചുരുക്കി പറഞ്ഞാൽ ഇറാനുമായിട്ട് ഡീൽ നടത്താൻ നാളെ ഇന്ത്യക്ക് ചിലപ്പം ക്രിപ്റ്റോ ഉപയോഗിക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യം മുന്നിൽ നിൽപ്പുണ്ട്. കാരണം നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളും കൂടി അതിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ പെട്ടുപോയില്ലേ? അതെ, അവരെല്ലാം ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നത് അതാണ്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഡോളറിനെതിരെ ഡീഡോളറൈസേഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ ഒരു കറൻസി എന്നൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോവുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ഡോളറിന് പകരം വയ്ക്കാൻ ലീഗലായിട്ടൊരു മറ്റു സാധനം വേണം. അതിന് വേണ്ടത് ക്രിപ്റ്റോ അല്ല, ഒരു യഥാർത്ഥ കറൻസി തന്നെയാണ്. ലോകത്തിൻ്റെ ഒരു 40% 60% രാജ്യങ്ങളും ജനതകളും ഇങ്ങനെ വേറൊരു കറൻസി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരിഹാരം നമുക്കുണ്ട് ഇതിലേക്ക് പോകാതിരിക്കാനായിട്ട്. കാരണം ഡോളർ മാത്രം നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. അപ്പോൾ ഉപരോധം നേരിടുന്ന രാജ്യങ്ങൾക്കും ഡോളർ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാവും ക്രിപ്റ്റോ ഉപയോഗിക്കും. പകരം ഡോളറിനെ ബേസ് ചെയ്യാത്ത വേറൊരു കറൻസി ഇവിടെ ഉണ്ട്. ഡോളറിനെ മാറ്റി ക്രിപ്റ്റോ കൊണ്ടുവരാമെങ്കിൽ പിന്നെ ലീഗലായിട്ട് വേറെ കറൻസി എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? സിമ്പിൾ ചോദ്യമാണ്. ബ്രിക്സിനാകാമല്ലോ. ലോകം സ്വാഭാവികമായും ആ ചോദ്യം ഉയർത്തേണ്ടി വരും. ഇത് സത്യത്തിൽ ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെനിസ്വേലയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നവും മറുവശത്ത് ട്രംപിൻ്റെ ഈ ക്രിപ്റ്റോ ബിസിനസ്സും ബ്രിക്സ് രാജ്യങ്ങൾ അടുത്ത ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമാണ്. അവരിത് ഉപയോഗിക്കാൻ വേണം. എങ്കിലേ ലോകം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ.